നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം +2 റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ജനറൽ ആയിട്ടുള്ള അനാലിസിസ് നടത്തിയപ്പോൾ നിരവധി കുട്ടികൾക്ക് മാർക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ നമ്മൾ പല ഡാറ്റാസും പരിശോധിച്ച് കഴിയുമ്പോൾ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് അത്യാവശ്യം മാർക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിൽ നിന്നും ഒത്തിരിയും താഴോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ വർഷം 95% കട്ട് ഓഫ് മാർക്ക് എന്നെങ്കിൽ ഈ ഒരു വർഷം 90-നും 92-നും ഇടയിലായിട്ട് കട്ട് ഓഫ് മാർക്ക് നിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ബാക്കിയുള്ള 88-89% മാർക്കുള്ള കുട്ടികളുടെ കാര്യം നമുക്കിപ്പം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും LBSന്റെയും മറ്റുള്ള മാനേജ്മെന്റ് അസോസിയേഷന്റെയും റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്താൽ മാത്രമായിരിക്കും കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് കൂടാതെ തന്നെ നിരവധി കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇംപ്രൂവ്മെന്റ് എക്സാംസിന് വേണ്ടി പോകണോ വേണ്ടയോ എന്നുള്ളത്. കഴിഞ്ഞ വർഷം നോക്കിയാൽ ഇംപ്രൂവ്മെന്റ് മാർക്ക് വന്നതിന് ശേഷം മാത്രമായിരുന്നു LBSൽ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇംപ്രൂവ്മെന്റ് മാർക്കുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ LBS ഒരാഴ്ച 2 ആഴ്ച മുന്നേ തന്നെ, അതായത് റിസൾട്ട് വരുന്നതിനും ഒത്തിരി മുന്നേ തന്നെ അവർ ആപ്ലിക്കേഷൻസ് തുടങ്ങുകയും അധികം താമസിയാതെ തന്നെ നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേയെങ്കിൽ ജൂൺ അവസാനത്തേക്ക് തന്നെ ഇതിന്റെ റാങ്ക് ലിസ്റ്റുകൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇംപ്രൂവ്മെന്റ് റിസൾട്ടുകൾ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ആ ഒരു മാർക്കുകൾ ഉൾപ്പെടുത്തുവാൻ സാധ്യതയില്ല. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിലവിലത്തെ സാഹചര്യത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് ആപ്ലിക്കേഷൻസ് ഇതുവരെയും തുടങ്ങിയിട്ടില്ല. അഡ്മിഷൻ സൂപ്പർവൈസർ കമ്മിറ്റിയുടെ അന്തിമ അപ്രൂവൽസ് നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് സീറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻസ് വീണ്ടും താമസം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. 28-ാം തീയതി ഗവൺമെന്റുമായിട്ടുള്ളൊരു മീറ്റിങ്ങുകളുണ്ട്. ആ ഒരു മീറ്റിംഗിന് ശേഷം മാത്രമായിരിക്കും സ്വാശ്രയ മാനേജ്മെന്റുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ജൂൺ മാസം ആദ്യത്തെ ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ആപ്ലിക്കേഷൻസ് നടപടികൾ തുടങ്ങുക. അതുകൊണ്ട് തന്നെ LBSലും ആപ്ലിക്കേഷന്റെ അവസാന തീയതികളൊക്കെ ഒരുപക്ഷെ നീട്ടാനുള്ള സാധ്യതകളുണ്ട്. എന്ത് തന്നെയായാലും നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും അതിന് തന്നെ മുന്നോട്ട് പോവുക, ഇംപ്രൂവ്മെന്റ് എക്സാംസ് എഴുതുക. ഒരു പക്ഷേങ്കിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മാർക്കുകളും കൂടെ പരിഗണിക്കപ്പെടുന്നതായിരിക്കും. കാരണം കേരളത്തിലെ സാഹചര്യമാണ്, നമുക്കൊന്നും പ്രഡിക്റ്റബിൾ അല്ല. അൺനെസസറി ആയിട്ടുള്ള ഡിലേസ് പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അൺനെസസറി ആയിട്ടുള്ള ഡിലേ ഉണ്ടാവാറുണ്ട്. കാര്യം കറക്റ്റ് ആയിട്ട് തന്നെ ഇതിന്റെ ചാർട്ടുകൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളെല്ലാം അലോട്ട്മെന്റുകൾ കാര്യങ്ങളെല്ലാം പോയത്. പക്ഷെ ഏറ്റവും അവസാനം വരുന്നപ്പോൾ 1 മാസമൊക്കെ ഇടയ്ക്ക് വെച്ച് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അൺനെസസറി ഡിലേസ് വരാനുള്ള സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി കണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇംപ്രൂവ്മെന്റ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ CBSE സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാർക്കുകൾ, ഏത് മാർക്കുകളാണ് കുറവ്, അത് എസ്പെഷ്യലി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ഈ 4 സബ്ജക്റ്റുകൾക്ക് എന്തെങ്കിലും മാർക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫലത്തിൽ റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് തന്നെയായാലും ഇംപ്രൂവ്മെന്റ് എക്സാംസ് എഴുതുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി അഡ്വൈസ് ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പോൾ ഒരു 88% മുകളിലേക്കുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾ LBSൽ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ റിസർവേഷൻസ് ആനുകൂല്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾ ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം നഴ്സിംഗിനാണ് ഏറ്റവും കൂടുതൽ കോളേജുകളും ഏറ്റവും കൂടുതൽ ഡിമാൻഡും ഉള്ളത്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി നഴ്സിംഗ് കോഴ്സുകൾക്കൊക്കെ തന്നെ ഡിമാൻഡ് കൂടുതൽ തന്നെയായിരിക്കും. ഇതുകൂടാതെ തന്നെ നിരവധിയായിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകളും ഉണ്ട്. അവിടെയും LBS വഴി അഡ്മിഷൻസ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നഴ്സിംഗ് കോഴ്സുകളെ നോക്കിക്കഴിഞ്ഞാൽ കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും KUHS അതായത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെയും അഫിലിയേഷൻ നടപടികൾ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. കാരണം 2025-26 അഡ്മിഷന് മുന്നേ ആയിട്ട് കോളേജുകൾക്ക് വ്യക്തമായിട്ടുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങളെല്ലാം പുലർത്തുന്നുണ്ടോ, അതിന്റെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മാത്രമായിരിക്കും അതിന്റെ കണ്ടിന്യൂഷൻ ഓഫ് അഫിലിയേഷൻസ് നൽകുക. ഇതുവരെയും അത് നൽകിയിട്ടില്ല. അതെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അവർ അപ്രൂവൽ ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇനിയും കാലതാമസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേങ്കിൽ ഇപ്പൊ LBS കൊടുത്തിരിക്കുന്ന പ്രോസ്പെക്ടസിലുള്ള സീറ്റ് അനുപാതം പല കോളേജുകളിലും വെട്ടിച്ചുരുക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്തിമ റിപ്പോർട്ടുകൾ, അതായത് KNCയുടെയും KUHSന്റെയും അന്തിമ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു സീറ്റിന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ലഭിക്കുക. അതുപോലെ തന്നെ ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും അതിന്റെ ഒരു ഫൈനൽ നടപടികൾ ഉണ്ടായിട്ടില്ല. മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഫീസ് ഉയർത്തണം, ട്യൂഷൻ ഫീസ് കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനായാലും 28-ാം തീയതി നടക്കുന്ന ഗവൺമെന്റുമായിട്ട് നടക്കുന്ന ചർച്ചയിൽ ആ ഒരു കാര്യം തീരുമാനമെടുക്കുകയും അതിന്റെ ഇൻഫർമേഷൻസ് കിട്ടുകയും ചെയ്യുന്നതാണ്.
അപ്പോൾ ഈ മാസം 28-ാം തീയതി നടക്കുന്ന മീറ്റിംഗ് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഫീസ് വർധന ഉണ്ടാവുമോ, അതുപോലെ തന്നെ സീറ്റ് അനുപാതം ഏത് രീതിയിലായിരിക്കും നടക്കുന്നത്, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളാണ് മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ അപ്ഡേറ്റുകൾ ഈ ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.